കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശു രക്ഷകനേ. എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനേ. കണ്ടു ഞാൻ കാൽവരിയിൽ എന്നേശു രക്ഷകനേ. എൻ്റെ ഘോര ദുരിതങ്ങളകറ്റാൻ എനിക്കായി തകർന്നവനേ. നിനക്കായി ഞാനെന്തു നൽകും, എനിക്കായി തകർന്ന നാഥാ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. നിനക്കായി ഞാനെന്തു നൽകും, എനിക്കായി തകർന്ന നാഥാ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. ഇഹത്തിൽ ഞാൻ വേല ചെയ്തു അണയും നിൻ സന്നിധിയിൽ. അണയും ആ മാർവതിൽ അണയും നിൻ സന്നിധിയിൽ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുകൊണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ സുഖമായിരിക്കുന്നെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷം. ഞാൻ സുഖമായിരിക്കുന്നു കർത്താവിൻ്റെ മഹാകൃപയാൽ. ആമേൻ. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകം ചോദിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എങ്ങും പോകാതെ കുത്തിയിരുന്നാൽ ആരും കർത്താവിനെ കുറിച്ച് കേൾക്കുകയില്ല. ചില ആൾക്കാർ നമ്മൾ പറയും, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ 2 കിലോമീറ്ററിനകത്ത് നിങ്ങൾ സഞ്ചരിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും, നിങ്ങളെ ആ പഞ്ചായത്തിലല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ പിന്നെ എന്തിനാ പഞ്ചായത്തിൽ നിന്ന് പുറത്തു പോയേ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അതൊക്കെ ചോദിക്കാൻ എന്തെങ്കിലും കാരണങ്ങൾ കാണുമായിരിക്കും. സ്തോത്രം. പക്ഷെ എല്ലായിടത്തും നിങ്ങൾ സഞ്ചരിക്കണം എന്നാണ് എൻ്റെ സുവിശേഷീകരണ കാഴ്ചപ്പാട്. സ്തോത്രം. എല്ലായിടത്തും ഒരു പാപി മാനസാന്തരപ്പെടാൻ നിങ്ങളുടെ പ്രഭാഷണത്തിന് കഴിയുന്നെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പോകണം. നിങ്ങളുടെ പാട്ടിലൂടെ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുമെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും പോകണം. സ്തോത്രം. എല്ലായിടത്തും സഞ്ചരിക്കണം. ആമേൻ. അതിനുള്ള നിങ്ങൾ മനസ്സ് വെക്കണം. അതാദ്യം ഈ സഞ്ചരിക്കുന്നതിന് മുമ്പ് 1-2 കാര്യം പറയണം. എനിക്ക് പറഞ്ഞേ പറ്റൂ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങളെ ആദ്യം ഒന്ന് ഒരുക്കിയെടുക്കണം. 2-3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ കൂടെ വരുന്ന ദൈവദാസന്മാരോടൊക്കെ പറഞ്ഞൊരു കാര്യം അത് തന്നെയാണ്. അവർക്ക് പറയേണ്ട കാര്യമില്ല, അവരതിന് എന്നെക്കാളും ക്യാപ്പബിളാണ് അവർ. സ്തോത്രം. 2-3 കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ, നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പം നല്ല കിടക്ക, നല്ല താമസ സൗകര്യം പ്രതീക്ഷിക്കരുത് കേട്ടോ. നല്ല ഫുഡ് പ്രതീക്ഷിക്കരുത്. നല്ല അക്കോമഡേഷൻ, അങ്ങനെ പറയാം മൊത്തത്തിൽ, അതൊന്നും പ്രതീക്ഷിക്കരുത്. എന്ത് അവർ തരുന്നോ അത് കഴിക്കാനുള്ളൊരു മനോഭാവം ഉള്ളിലുണ്ടാക്കണം. സ്തോത്രം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് പറയാൻ വരികയാണ്, ഒരു പ്രധാനപ്പെട്ട ആളെക്കുറിച്ച് പറയാൻ വരിക. ഞാൻ ഈ പറയുന്നതെല്ലാം അദ്ദേഹത്തിൽ പ്രാക്ടിക്കബിൾ ആയതുകൊണ്ടാണ് ഞാനത് പ്രസംഗിക്കുന്നത്. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് എല്ലാ സാഹചര്യവുമായിട്ട് ഇണങ്ങി, ചിലപ്പം കൊട്ടയ്ക്കകത്ത് കയറേണ്ട വരും, ചിലപ്പം കൊട്ട കാണേണ്ട വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫീൽഡിനകത്തുണ്ടാകും. സ്തോത്രം. ചിലപ്പം നിങ്ങൾ 3 മണിക്ക് ചായ കുടിക്കുന്ന വ്യക്തിയായിരിക്കും, 3 മണിക്ക് ചായ കിട്ടിയെന്ന് വരികയില്ല. സ്തോത്രം. അപ്പൊ എല്ലാം ഏത് പരിതസ്ഥിതിയും
ഉൾക്കൊള്ളാനുള്ള മനസ്ഥിതി ഉള്ളവനെ യാത്ര തുടങ്ങാവൂ. സ്തോത്രം. എനിക്ക് ഒരു സ്നേഹിതൻ പാസ്റ്ററുണ്ട്. അദ്ദേഹം ആമേൻ ഒരുപാട് പേരെ ഞാൻ പല സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വിലയുമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് പറഞ്ഞ് അവർക്ക് ഒരു ഉത്തേജനം കൊടുക്കാറുണ്ട്. സ്തോത്രം. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കല്ലേ. കോയമ്പത്തൂരുള്ള പ്രകാശ് പാസ്റ്റർ. ആമേൻ. കുറച്ച് സംവിധാനം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ. അതും വെച്ചൊരു ഒറ്റ പോക്ക. ആമേൻ. മക്കളെയും കൂട്ടി ഭാര്യയെയും കൂട്ടി എല്ലാവരെയും വാരിപ്പെറുക്കി കെട്ടി ഏത് പരിതസ്ഥിതിയാണെങ്കിലും വേണ്ടിയില്ല, കർത്താവിനെ സാക്ഷിക്കണം. സ്തോത്രം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരാളുടെ പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത സ്നേഹിതനായതുകൊണ്ട് അങ്ങ് പറഞ്ഞതാണ്. ആമേൻ. കോയമ്പത്തൂരുള്ള ദിവസം. ഹല്ലേലൂയ. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെയൊക്കെ പേര് ഞാൻ പറയേണ്ടതാണ്. സ്തോത്രം. ഞാൻ ഇതങ്ങ് പെട്ടെന്ന് വായി വന്നതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. ഒരുപാട് പേരുണ്ട്. സഞ്ചരിക്കാൻ എനിക്കത് കിട്ടിയാലേ ഞാൻ അങ്ങോട്ട് വരുള്ളൂ അങ്ങനെയൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാൻ എൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തിയ എൻ്റെ പ്രഭാഷണമല്ല ഞാൻ ചെയ്യാറുള്ളത്. കാരണം എനിക്ക് എൻ്റെ അനുഭവമല്ലേ പറയാൻ പറ്റും. ഞാൻ എവിടെ പോയാലും ചിലയിടത്ത് മാത്രമുള്ളൂ ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്നുള്ളൂ. ചിലയിടത്ത് നമ്മളെ ഏതാണ്ട് രണ്ടാംകട പൗരന്മാരായിട്ട് കാണുന്നത് ചിലയിടത്ത് ചെല്ലുമ്പോൾ കാണാറുണ്ട്. ചിലയിടത്ത് ചെല്ലുമ്പം കാണുന്നൊരു കാഴ്ച ഞാൻ പറയാം, ഓപ്പണായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. ആമേൻ. പ്രസംഗകരുടെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും അല്ലെങ്കിൽ പ്രസംഗകരുടെ പേരും എൻ്റെ പേരുമേ നോട്ടീസിൽ കാണുള്ളൂ. പക്ഷേ ഞാൻ കഞ്ഞി കുടിച്ചോ, ഞാൻ കിടന്നോ, ഞാൻ എന്നാ ദേവദാസം വന്നു, അദ്ദേഹത്തിന് വല്ല റൂമും കിട്ടിയോ, അല്ലെ അദ്ദേഹത്തിന് കിടക്കാൻ ബാഗ് കിട്ടിയോ, ഇതൊന്നും അന്വേഷിക്കാത്ത ചില ആളുകളുണ്ട്. എന്നാൽ പ്രസംഗകൻ്റെ കാര്യത്തിൽ അവർക്ക് ഭയങ്കര ശ്രദ്ധയാണ്. അദ്ദേഹത്തിന് ഹോട്ടലിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നു, അദ്ദേഹത്തിന് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുന്നു. സ്തോത്രം. നല്ല കാര്യം, ചെയ്തോ, ഒരു കുഴപ്പമില്ല, ചെയ്തോ. പക്ഷെ ഈ നമ്മളെപ്പോലെ പാവപ്പെട്ടവരെ വിളിക്കുമ്പോൾ കഞ്ഞി തരാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അദ്ദേഹം കഴിച്ചോന്നൊന്ന് അന്വേഷിക്കാൻ. കിടന്നോ, രാവിലെ വന്ന നിപ്പല അങ്ങനെ നിൽക്കുവാണോ വൈകുന്നേരം വരെ എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാ. മറ്റേ റോട്ടിൽ പോയി സ്വീകരിക്കൊന്നും വേണ്ട, അതൊന്നും വേണ്ടെന്നേ. കിടക്കാൻ പാകിട്ടിയൊന്നും നോക്കിയാൽ മതി, അത്രയെങ്കിലും ചെയ്താൽ മതി. സ്തോത്രം. ആമേൻ. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എല്ലാവരും ചെയ്യുന്നല്ല പറഞ്ഞത്. ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ അവരോടും പറയുകയാണ്, നിങ്ങൾ ഒരു ശുശ്രൂഷകനെ ശുശ്രൂഷിക്കാൻ വിളിച്ചാൽ പാട്ട് പാടാനായിക്കോട്ടെ, പ്രസംഗിക്കാനായിക്കോട്ടെ, എല്ലാവരും അവരവരുടെ നേരെ നിന്ന് ശുശ്രൂഷിക്കുന്നവരാ. പ്രസംഗകൻ ഇച്ചിരി വലുതും പാട്ടുകാരൻ ഇച്ചിരി ചെറുതൊന്നുമില്ല. പ്രസംഗകനെ ദൈവം അതാണ് ഏൽപ്പിച്ചേക്കുന്നത്, പാട്ടുകാരനെ ദൈവം അതാണ് ഏൽപ്പിച്ചേക്കുന്നത്. രണ്ടുപേർക്ക് തുല്യതയാണ്. ഈക്വലൈസ് കേട്ടോ. അല്ലാണ്ട് പ്രസംഗകരെല്ലാം കഴിച്ചു പോയി കഴിഞ്ഞിട്ട് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ പാട്ടുകാരൻ നിങ്ങൾ കഴിച്ചില്ലേ, വാ നിങ്ങൾക്ക് ഇരിക്കുക, എലിക്കുട്ടി, മീൻകറി കഴിഞ്ഞോ, സാരമില്ല, പാട്ടുകാരല്ലേ അവര് കഴിച്ചോളൂ. ദൈവം നിന്റെയൊക്കെ കാര്യത്തിൽ തീരുമാനമാക്കുന്നുണ്ട് കേട്ടോ. സ്തോത്രം. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവരെ ശുശ്രൂഷകനായിട്ട് അവരെ കാണണം. അല്ലാണ്ട് ഈ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പം ചില ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇല്ല കേട്ടോ, എല്ലാവരും ഇല്ല. ഞാൻ വീണ്ടും പറയാം, എല്ലാവരും ഇല്ലെന്നേ, ചില ആളുകളെ ഉള്ളൂ. സ്തോത്രം. ഫുഡ് കൊടുക്കുന്നതാണ് കാര്യത്തിലാണെങ്കിൽ പോയി അങ്ങനെയാ, ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ പോലും നിങ്ങൾക്ക്, എൻ്റെ പ്രിയരെ, നിങ്ങളുടെ ഗസ്റ്റാ. നിങ്ങൾ വിളിച്ചിട്ടല്ലേ അവർ വന്നേ, അതോ അവരെ ഇടിച്ചു കയറി വന്നാണോ? നിങ്ങൾ വിളിച്ചു, നിങ്ങൾ നോട്ടീസിൽ പേരും വെച്ചു, എന്നിട്ട് അവർ വന്നത്. എന്നിട്ട് അവർ കിടക്കാൻ സൗകര്യമുണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ? ഫുഡിന്റെ കാര്യം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ കഴിച്ചോ എന്നൊക്കെയാ ചോദിക്കുക. നിങ്ങൾ കഴിച്ചോ? ഈ ചോദ്യം പ്രധാന പ്രസംഗങ്ങളോട് ചോദിക്കുമോ? നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കുമോ? നിങ്ങൾക്ക് അതിനുള്ള കട്ട്സ് ഉണ്ടോ, അതിനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? വാസേ പാ കിട്ടിയോ, വാസേ കിടക്കാൻ എന്ന് ചോദിക്കുമോ? നിങ്ങൾക്ക് ഫുഡ് അവിടെ കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കുമോ? പ്രധാനപ്പെട്ട പ്രസംഗൻ, കേരളത്തിലെ ഏറ്റവും ടോപ്പ് പ്രസംഗനായിക്കോട്ടെ, അദ്ദേഹത്തെ തന്നെ എടുത്തു, അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുമോ കിടക്കാൻ സൗകര്യം കിട്ടിയോ? ചോദിക്കുമോന്ന് ഞാൻ പച്ചയ്ക്കങ്ങ് ചോദിക്കുക. ആമേൻ. കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതും ഈ പാട്ട് പാടുന്ന അവരെ ഏൽപ്പിച്ചേക്കുന്നതും ഒറ്റയാളാ, സർവശക്തനായ ദൈവം.
അതുകൊണ്ട് ഇനി വളരെ ശ്രദ്ധിച്ചോ. ആ പാട്ടുകാരന്റെ വല്ല കണ്ണുനീരോ പ്രാർത്ഥന അവിടെ വന്നാൽ നിനക്ക് ബോണസായി, അത്ര കൂട്ടിയാൽ മതി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എവിടെയാണ് എന്താണെന്നൊന്നും ഞാൻ പറയാത്തത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് പറയുക. ഒരുപാട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്തിനാ ചെയ്തി? എൻ്റെ പ്രിയരെ, നമ്മൾ എങ്ങനെയെങ്കിലും 10 പേര് മാനസാന്തരപ്പെടാൻ വേണ്ടി നമ്മൾ ഉപവസിച്ച്, എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു മീറ്റിംഗ് എന്നെ വിളിച്ചാൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി നെടുമ്പാട് വീണിട്ടാ ഞാനൊരു മീറ്റിങ്ങിന് വരുന്നത്. 2-3 ദിവസം ഉപവാസം അതിന് വേണ്ടി. എന്നോട് ആൾക്കാർ ചോദിക്കുന്നത്, അവരുടെ മീറ്റിംഗ് നിങ്ങൾ ഇതിനെ ഉപവസിക്കുന്നത്? എനിക്ക് പോയി ശുശ്രൂഷിക്കണ്ടേ, അതിന് വേണ്ടിയാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, എൻ്റെ കൂടെ വേദി പാടാൻ വരുന്നവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കൂടെ പാടുന്ന 2 കണ്ടീഷനുണ്ട്. കേട്ടിട്ടില്ലാത്തൊരു കേട്ടോ. 2 കണ്ടീഷനുണ്ട്. 1, 1 മാസത്തിനുള്ളിൽ കർത്തൃമേശ എടുത്തിരിക്കണം. 2, 1 വർഷത്തിനുള്ളിൽ സിനിമയും കാണാൻ പാടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കേട്ടോ. അത്രയും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കൂടെ നിൽക്കാവൂ. ഇല്ലെങ്കിൽ നീ എൻ്റെ കൂടെ കയറി നിന്ന് പാടിയാൽ നീ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് മാരക രോഗം കൊണ്ടായിരിക്കും. സ്തോത്രം. അത്രയ്ക്കും പരിഭാവനമായിട്ടാണ് ഞാൻ ഈ ശുശ്രൂഷയെ കാണുന്നത്. അത്ര പരിഭാവനമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇനി വരുന്നവർക്കൊക്കെ ശ്രദ്ധിച്ചോ, ദൈവമക്കളെല്ലാം ശ്രദ്ധിച്ചോ, പാട്ട് പാടുന്നവരും ഒക്കെ ശ്രദ്ധിച്ചോ കേട്ടോ. കൊച്ചു പിള്ളേരൊക്കെയാണ് പാട്ട് പാടുന്നത് ചില സഭകളിലൊക്കെ. അവരോടൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം, മക്കളെ, ഇവയെ ഡയറി ആയിട്ട് വരുന്നവർക്കെല്ലാം പാടാനുള്ള വേദിയല്ല ഇത്. ഇത് ശുശ്രൂഷയാണ്. ശുശ്രൂഷ വളരെ ശ്രദ്ധിച്ചു. സ്തോത്രം. ഈ 2024 ഞാൻ എന്താ പറയുക, കട്ടായപ്പെടുത്തി പറയുക, കടുപ്പിച്ച് പറയുകയാണ്. ഇനി കേട്ടോ, കണ്ട സിനിമാക്കാർക്ക് വേണ്ടിയും അവർക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയൊക്കെ പാടിയവനെ എൻ്റെ വേദി കണ്ടേക്കരുത്. സ്തോത്രം. ദാനിയേൽ നീലഗിരി അത്രയ്ക്കും ടോപ്പ് ഗിയറിലാണ് പോകുന്നത്. സ്തോത്രം. ഒരു മയവും ഇല്ലെന്നേ. ഇതൊരു ശുശ്രൂഷ ആയതുകൊണ്ടാണ്. പത്രോസിനെ ദൈവം പരുവപ്പെടുത്തിയാ കൊണ്ടുവന്നത്. പത്രോസിനെ ഇതില്ലേ, ചില ആൾക്കാരോട് പത്രോസിന് ബുദ്ധിമുട്ടുണ്ടായപ്പം തുപ്പട്ടി എഴുതി 3 പ്രാവശ്യം ഇറക്കി കൊടുത്തു. 3 പ്രാവശ്യം ഇറക്കി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ആള് ഡീസൻ്റ് ആയി. അന്ന് മുതൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. 9-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നോക്കിയോ, 9:32 പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. പത്രോസ് പോവാ, എല്ലായിടത്തും പോവാ. സ്തോത്രം. അവരുടെ അടുക്കലെത്തി, ലുദ്ദയിലെത്തി. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് അവിടെ എത്തിയത് കേട്ടോ. അല്ലെങ്കിൽ ആ ഗലീല കടലിൽ ഇപ്പം ഈ വലയം പിടിച്ചുകൊണ്ട് ഞാൻ നടന്നേനെ. ഈ ശുശ്രൂഷ ഉള്ളത് കൊണ്ടാണ് ലുദ്ദയിലെത്തിയത്. ദൈവത്തിലെ നീ അത് ലുദ്ദയിലെത്തിയതിലെങ്ങനെ? ഈ ശുശ്രൂഷ ഉള്ളതുകൊണ്ടാണ്. അല്ല ഇപ്പം എന്തായിരിക്കും സ്ഥിതി? പഴയ നമ്മുടെ അനുഭവമായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മളെ ദൈവം വ്യത്യസ്തനാക്കി. വളരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോകേണ്ടത്. വളരെ ശ്രദ്ധിക്കണം. ഇനി മാതാപിതാക്കളൊരു കാര്യം പറയാം, നിങ്ങളുടെ മക്കൾ നല്ല പാട്ടൊക്കെ പാടിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കയറി നിൽക്കുന്നത് യാഗപീഠത്തിന്റെ മണ്ടയിലാന്നുള്ള കാര്യം മറക്കരുത്. യാഗപീഠത്തിന്റെ മണ്ടയില കയറി നിൽക്കുന്നത്. മകനെ കയറ്റി നിർത്തുമ്പോഴേ ചെവിയെ ഞുള്ളിക്കോ, യാഗപീഠത്തിന്റെ മണ്ടയില. അവൻ രാവിലെ ഇരുന്ന് സീരിയലും കണ്ട് സിനിമയും കണ്ട് സ്വതന്ത്രം പാസ്റ്റർമാരുടെ കുറ്റവും പറഞ്ഞ് തല്ലിപ്പൊളിയായിട്ട് നടന്നിട്ട് പാടാനൊരു കഴിവുണ്ട്. അതുകൊണ്ട് അവനെ നീ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നാണല്ലോ. ഇവൻ നിൽക്കുന്നത് തീക്കട്ടയുടെ മേലെ. സ്തോത്രം. അതുകൊണ്ട് നല്ലപോലെ ഒരുക്കിക്കൊണ്ട് പോര്. നല്ല തല്ലി പഴുപ്പിച്ച് ഒരുക്കിക്കൊണ്ടുപോവാ. സ്തോത്രം. എൻ്റെ മക്കളൊക്കെ പാടാൻ തുടങ്ങി എപ്പോഴാണെന്നറിയോ? നല്ല പക്വതയിൽ. അവർക്ക് പാടാൻ കഴിവൊക്കെ ഉണ്ട്. എൻ്റെ മോളും നല്ല പാട്ടൊക്കെ പാടും. 2 പേരും പാടും. പണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട്, തീക്കട്ടയിലേക്ക് കയറി നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിവാർസൽ വരും. അതുകൊണ്ട് പിള്ളേർ തനിയെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. എൻ്റെ ചെറിയ മകള് 1/2 മണിക്കൂർ തനിയെ പ്രാർത്ഥിക്കും. മൂത്ത മോള് മണിക്കൂറുകളാണ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. അതിനൊക്കെ ശേഷമാണ് ഞാൻ അവരെ മേലോട്ട് കയറാൻ തുടങ്ങി, ഞാൻ വേദിയിൽ കാണിക്കാൻ തുടങ്ങിയത്. സ്തോത്രം. ദാനിയേൽ ഉദ്ദേശിച്ച് ഇന്ന് രാവിലെ കട്ടിക്ക് പറഞ്ഞെന്നറിയോ? ഇത് പറയാൻ ആളില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. എല്ലാവരും കയറി മേടുക, കയറിക്കോ. പക്ഷെ തീക്കട്ടയുടെ മേലിലേക്കാണ് നീ കയറുന്നത് കേട്ടോ. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന അന്യാഗ്നി കത്തിച്ചാൽ ദൈവം വിടത്തില്ല. ഒരു എക്സ്ക്യൂസും ഇല്ലെന്നേ. അതാ ഭയങ്കരം. ഒരു എക്സ്ക്യൂസും ഇല്ല. ഹല്ലേലൂയ.
അതുകൊണ്ട് എല്ലായിടത്തും നിങ്ങൾ പോകണം. നിങ്ങൾ പാടാൻ കഴിവുണ്ടോ? ദൈവം നിങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകും. എല്ലാ രാജ്യത്തും നിങ്ങളെ കൊണ്ടുപോകട്ടെ. അതാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങൾ പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തിയാണോ? ദൈവം നിങ്ങൾക്കൊരു കൃപ തന്നിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ രാജ്യത്തും പോകണം. ദൈവം അതിനോട് നിങ്ങൾക്ക് ഈ വർഷം വഴി ഒരുക്കട്ടെ. ആമേൻ. നിങ്ങൾ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ എല്ലായിടത്തും പോകണം. സ്തോത്രം. എല്ലായിടവും സഞ്ചരിക്കണം. കർത്താവിനോട് പ്രയോജനപ്പെടണം. ഇനി സംഘാടകരോട് പറയാം, നിങ്ങൾ വിളിക്കുന്ന ആളെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ അദ്ദേഹം വന്നിറങ്ങുമ്പോൾ തിരിച്ചു പോകുന്നോളം വരെ നിങ്ങളുടെ കണ്ണ് അദ്ദേഹത്തിന് മേലെ ഉണ്ടാകണം. ഒരു പ്രസംഗകന് നിങ്ങൾ എങ്ങനെ വാല്യൂ കൊടുക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം നോട്ടീസിൽ കാണുന്ന പേരുള്ളവരുടെ മാത്രമല്ല അവിടെ നിങ്ങൾ ക്ഷണിച്ചവരെല്ലാവരും. സ്തോത്രം. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവൻ്റെയൊക്കെ കാര്യം തീരുമാനമാവും ഈ 2024 കേട്ടോ. സ്തോത്രം. ഒരു മയമില്ല. എനിക്ക് ആ കാര്യത്തിൽ സ്തോത്രം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനില്ല പ്രിയരെ. കാരണം എന്തെന്നറിയോ, നിങ്ങൾക്ക് ചെറിയവനെന്ന് തോന്നുന്നവൻ കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. അതാ വ്യത്യാസം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിരിക്കും. ഞങ്ങളുടെ വൈബ് കോളേജിലുള്ള ഒരു സഹോദരനെ പോലെ ഞങ്ങൾ കാണുന്നുള്ളൂ, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇദ്ദേഹം, നിങ്ങൾ ഈ കണ്ട ആളുണ്ടല്ലോ, കർത്താവിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാ. എന്നാ ചെയ്യാൻ പറ്റും? നിങ്ങൾ പറ. സ്തോത്രം. അതുകൊണ്ടേ ശുശ്രൂഷകന്മാർക്ക് ആ വില കൊടുത്ത് ആ രീതിയിലേക്ക് കാണാം. ഇനിയിപ്പോൾ കൺവെൻഷൻ സീസണാണ്. ഒരുപാട് പാട്ടുകാരെ നിങ്ങൾ ക്ഷണിക്കും. അവർ വെറും പാട്ട് തൊഴിലാളികളല്ല, കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചവരാണ്. ഒരുപാട് പ്രസംഗകരുണ്ട്. അവർ വെറും പ്രസംഗ തൊഴിലാളികളല്ല, കർത്താവ് ശുശ്രൂഷ ഏൽപ്പിച്ചവരാ. ഒരുമിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഈ പണിക്ക് നീ ഇറങ്ങരുത്. ഒരുമിച്ച് അവരെ കാണാൻ കഴിയത്തില്ലെങ്കിൽ ഈ ജോലിക്ക് നീ ഇറങ്ങരുത്. പ്ലീസ്. ദൈവനാമത്തെ ദൂഷിപ്പിക്കരുത്. വലിയ രാജകീയ പ്രൗഢിയൊന്നും കൊടുക്കണ്ട. അറ്റ്ലീസ്റ്റ് അവർ കിടന്നുറങ്ങിയോന്നെങ്കിലും നോക്കിയാൽ മതി. സ്തോത്രം. രാവിലെ നിങ്ങൾക്കൊരു നല്ല തീരുമാനം ഉണ്ടാകട്ടെ. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്തോത്രം. ഒരിക്കലും ചെയ്യരുത് ഒരു കാര്യം. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഡീസൻ്റ് ആയിരിക്കണം കേട്ടോ. നിങ്ങൾ വണ്ടിക്കൂലി വല്ല അദ്ദേഹത്തിന് കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്കൂലി മേടിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കേണ്ട വരരുത് കേട്ടോ. 3 ദിവസം അദ്ദേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ ഏതെങ്കിലും നേരത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊക്കെ ചെയ്ത പണി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞാനൊരു മീറ്റിങ്ങിന് ഒരാളെ വിളിച്ചാൽ അഡ്വാൻസ് കാശ് അങ്ങ് അയച്ചു കൊടുക്കുക. അതാണ് എൻ്റെ പരിപാടി. സ്തോത്രം. അല്ലാണ്ട് കഴിഞ്ഞ ഉടനെ കൊടുക്കുന്ന പരിപാടിയില്ല. ഞാൻ ഈ ഗൂഡല്ലൂർ ടൗണിൽ, നിങ്ങൾക്ക് കേൾക്കണോ, ഗൂഡല്ലൂർ ടൗണിൽ ഒരു സുവിശേഷ പട്ടണ സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തു. ഗൂഡല്ലൂർ ഞങ്ങളുടെ ടൗണിലെ ഗാന്ധി മൈതാനത്ത്. അവിടെ അതിനുശേഷം 1-2 പാസ്റ്റർമാർക്കേ അവസരം കിട്ടിയുള്ളൂ. പിന്നെ ഗവൺമെൻറ് അത് ബാൻ ചെയ്തു. അവിടെ ഇപ്പം നടത്താൻ അനുമതിയില്ല. ഞാനവിടെ ചെയ്തു. ആമേൻ. ഒരുപാട് ദൈവാസന്മാരെ എനിക്ക് അവിടെ സപ്പോർട്ടായിട്ട് വന്നു. ഒരുപാട് പേരെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. സ്തോത്രം. അവിടെ സൗണ്ട് സിസ്റ്റം ഷൈജു എന്ന് പറഞ്ഞൊരു താളൂരുകാരൻ. അവനോട് ചോദിച്ചാൽ മതി. നിങ്ങൾ വിളിച്ചു ചോദിച്ചു. ഞാൻ ഈ പേരടക്കമല്ലേ പറയുന്നത്. എന്നോട് ചോദിച്ചു. ഞാൻ ഷൈജുവിനോട് ചോദിച്ചു, ഷൈജു നമുക്ക് അവിടെ ഒരു 5000 വാട്സ് മതി. 5000 വാട്സ് മതി. അതാ നീ കൊണ്ടുവരണം, നീ ഒന്ന് സെറ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എത്ര പൈസയാവും? അന്നത്തെ കാലത്ത് അവൻ പറഞ്ഞു 10,000 രൂപ. 10,000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാലഘട്ടം. സ്വത്രം. അദ്ദേഹം പറഞ്ഞു 10,000 രൂപ ആവും പാസ്റ്റേ, ഇത്ര സംവിധാനത്തിൽ ഞാൻ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു. സ്വത്രം. നിങ്ങൾക്ക് കേൾക്കണോ, പ്രോഗ്രാം നടക്കുന്നതിൻ്റെ 1 മാസം മുമ്പ് അവൻ്റെ അക്കൗണ്ടിലോട്ട് ഞാൻ 10,000 രൂപ ഇട്ട് കൊടുത്തു. പ്രോഗ്രാം ഇനി 1 മാസം തൊട്ട്. ഇനി ഞാൻ ഇവനോട് 5000 പറഞ്ഞു. ഇവൻ വന്ന എങ്ങനെയെന്നറിയോ, 12,000 വാട്സ് സൗണ്ട് കൊണ്ടായി വന്നേ. ഇവൻ എന്നോട് പറയാ, ഞാൻ വിചാരിച്ചു ഇവൻ വല്ല ആക്കിലി ഉക്കിലി ബോക്സ് കൊണ്ടാണ് വരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവൻ എന്നോട് പറഞ്ഞു, കേൾക്കണോ, പാസ്റ്റർക്ക് ഇത് ഒരു മീറ്റിംഗാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇത് ബിസിനസ്സാണ്. ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇറക്കിയാൽ ആൾക്കാർ ഇത് കാണും, എന്നെ വിളിക്കും അടുത്ത മീറ്റിങ്ങിന്. കണ്ടോ, അവൻ്റെ ട്രിക്ക് വേറെയാണ്. പക്ഷെ ഞാൻ 1 മാസം മുമ്പ് അവൻ്റെ കാശ് കൊടുത്തു. അല്ലാണ്ട് അവൻ എന്നെ നോക്കി പുറകെ നടക്കേണ്ട വന്നില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ പരിപാടിയും ഇങ്ങനെ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പുറകെ ഒരുത്തൻ നടക്കേണ്ട വരരുത്. നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരുത്തൻ ചവിട്ടി അവിടെ നിൽക്കേണ്ട വരരുത്. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. ഈ 2024 ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ക്ലാരിറ്റിയോടെ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് വചനം പറയുക, പത്രോസ് എല്ലായിടവും സഞ്ചരിച്ചു. എല്ലായിടത്തും സഞ്ചരിക്കാൻ തയ്യാറുള്ളവനായിട്ടിരിക്കണം കേട്ടോ. 2024 എന്നെ കൊണ്ട് അതൊന്നും പറ്റിയാലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിപ്പേ ഉണ്ടാവുള്ളൂ. ഞാൻ റെഡിയാണ്. ചിലപ്പം വസ്ത്രം നിങ്ങൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് ചിലപ്പം പാൻ്റ് ആണെങ്കിൽ ചിലപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ കോട്ട് ഇടേണ്ട വരുമായിരിക്കും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം വെള്ളം കൊണ്ട് കൊടുക്കേണ്ട വരുമായിരിക്കും. ചില സ്ഥലത്ത് ചെല്ലുമ്പം പാൻ്റ് ഇടേണ്ട വരുമായിരിക്കും. ചില സ്ഥലത്ത് ചെല്ലുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ സാരി കൊടുക്കേണ്ട വരുമായിരിക്കും. ചിലയിടത്ത് ചിലപ്പം ചുരിദാർ ഇടേണ്ട വരുമായിരിക്കും. ചിലപ്പം
ഇതിനെല്ലാം മനസ്സുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കാവുള്ളൂ. ദൈവമേ എന്നെ അനേകയിടത്ത് ഉപയോഗിക്കണം കേട്ടോ. അനേകയിടത്ത് ഉപയോഗിക്കണമെങ്കിൽ ഇതെല്ലാം പ്രാക്ടിക്കലാക്കണം. അതിന് മനസ്സുള്ളവനെ പോകാൻ നിൽക്കാവൂ. നമ്മുടെ ലക്ഷ്യം ഡ്രസ്സ് മാറ്റിയിടുക എന്നുള്ളതല്ല. നമ്മുടെ ലക്ഷ്യം ഒരു പാപിയുടെ മാനസാന്തരം, ചിലരെ കർത്താവിലേക്ക് മടക്കി വരുത്തുക. അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടണമെങ്കിൽ, എല്ലായിടത്തും പോകണമെങ്കിൽ, സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ എന്തിനും തയ്യാറാണ്. സ്തോത്രം, ഞാൻ എന്തിനും തയ്യാറാണ്. എനിക്ക് ഏത് സാഹചര്യമായാലും പ്രശ്നമില്ല, ഞാൻ റെഡിയാണ്. അങ്ങനെയുള്ള 27, 28, 32 പേര്, അങ്ങനെയുള്ള 32 പേര് എൻ്റെ കൂടെ ആന്ധ്രയിൽ കഴിഞ്ഞ 25 മിഷൻ ട്രിപ്പിൽ വന്നു. സ്തോത്രം. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത മിഷൻ ട്രിപ്പ് ഫെബ്രുവരിയിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആമേൻ. ഒരുപാട് ആളുകൾ കർത്താവിനെ അറിയുന്നു. ഒരുപാട് പേര്, ഒരുപാട് സൗഖ്യങ്ങൾ നടക്കും, ഒരുപാട് വിടുതലുകൾ സംഭവിക്കും. സ്തോത്രം. എല്ലാം ദൈവമാണ് ചെയ്യുന്നത് കേട്ടോ. പോകാൻ റെഡിയാണോ? കർത്താവ് നിങ്ങൾ ഉപയോഗിക്കും. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസലേക്ക് എടുത്തു വരുന്നു. ഈ പ്രിയപ്പെട്ടവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരുടെ ഹൃദയം കൊണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി ശക്തമായിട്ട് പ്രയോജനപ്പെടണം. അതവരുടെ ഹൃദയത്തിലെ തീരുമാനമാണ്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അവരെ ഉപയോഗിക്കണമേ. അവരെവിടെ എത്തിയാലും അവിടെ അവരോടൊപ്പം ആ ജനത്തെ നേടുവാൻ അവരെ പോലെയായി തീർന്നു. പൗലോസ്, ഞാൻ ബർബറിനെ നേരിടുന്നത് ബർബറിനെ പോലെയായി, ദാസനെ നേരിടുന്നത് ദാസനെ പോലെയായി. കർത്താവേ, അവരുടെ ആത്മീയ വർധനവിന് വേണ്ടി, ആ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഈ പ്രിയപ്പെട്ടവനെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിൻ്റെ കൃപ പകരണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഞാൻ ചില മീറ്റിങ്ങിനൊക്കെ പോകും. അവിടെ ചെല്ലുമ്പോൾ ആ സംഘാടകർ, ഞാൻ സ്തോത്രം, വഴിയിൽ നിന്ന് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ചില ആളുകൾ ആ റോട്ടിൽ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. ചില ആളുകൾ നല്ല താമസ സൗകര്യം, നല്ല ഭക്ഷണം, ആമേൻ, ഒക്കെ തന്നിട്ടുണ്ട്. മറന്നോണ്ടല്ല ഞാനിത് പറയുന്നത്. ആമേൻ, ഒരുപാട് പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർ മാത്രം അത്രയും അങ്ങോട്ട്, നമ്മളുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണോ എന്നറിയത്തില്ല, അങ്ങനെ സംഭവിക്കാമല്ലോ അല്ലേ. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ ആളല്ലേ എന്ന് ചിന്തിച്ചായിരിക്കാം ഒരു പക്ഷേ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിലെ ഉണ്ണിയാണത്. അതുകൊണ്ട് വെറുതെ നിങ്ങൾ സ്തോത്രം ശാപം വലിച്ചു വെക്കരുത്. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് ശക്തമായി പ്രയോജനപ്പെടാം. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യാവും. ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ അവരെ ട്രീറ്റ് ചെയ്യണം. അതാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളെന്താ കൂടിപ്പോയാൽ ഒരു 2-3 ദിവസമല്ലേ ചെയ്യുന്നുള്ളൂ, അതല്ലേ ഉള്ളൂ. സ്തോത്രം. അതും ദൈവം തരുന്നതല്ലേ. ഓക്കെ, കർത്താവിനോട് നമുക്ക് പ്രയോജനപ്പെടാം. അനേകരെ നമുക്ക് സ്വീകരിക്കാം, അനേകരെ നമുക്ക് സൽക്കരിക്കാം. ദൈവത്തിൻ്റെ വേലയാണെന്ന് നമുക്ക് കാര്യത്തിൽ ബോധ്യപ്പെടാം. ഇനി ഞെട്ടിക്കുന്നൊരു കാര്യം കൂടെ പറയാം. പ്രതിഫലം വിധിക്കുന്ന നാളിൽ നിങ്ങൾ ഈ താമസിക്കാൻ പോലും ശ്രദ്ധിക്കാതിരുന്ന ഈ സുവിശേഷകരുടെ തലയിലോട്ട് ദൈവം കുറേ കിരീടം വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ ദേഷ്യം വരും. കാരണം അയാൾക്ക് ഈ കിരീടം മുഴുവൻ അയാളുടെ തലയിലോട്ടാണല്ലോ ഈ പോണേ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് മിക്കവാറും ദേഷ്യം വരാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങൾ ഞെട്ടിക്കുന്നൊരു സംഭവം നടക്കും. അതുകൊണ്ട് ആ ഞെട്ടുന്ന സംഭവം നടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കും കൂടെ ആ കിരീടം കിട്ടട്ടെ. ആമേൻ. നല്ല രീതിയിൽ സ്നേഹ സൽക്കാരങ്ങളിൽ നിങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.